ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ വിലയിരുത്തണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയെ ബംഗ്ലാദേശിൽ വിന്യസിക്കണമെന്നും അക്രമബാധിതമായ അയൽരാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടൽ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇസ്കോണിന്റെ കൊൽക്കത്ത യൂണിറ്റ് മേധാവിയുമായി താൻ സംസാരിച്ചതായി മമതാ ബാനർജി കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിൽ ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകളെ തിരികെ കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യ ഗവൺമെന്റ് ഈ വിഷയം ഐക്യരാഷ്ട്രസഭയെ അറിയിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഓഗസ്റ്റ് മുതൽ ബംഗ്ലാദേശിനെ അലട്ടിയ ആഭ്യന്തര കലാപത്തിൽ 3 ഇസ്കോൺ പുരോഹിതന്മാരാണ് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് മമതാ ബാനർജി ആവശ്യവുമായി രംഗത്തെത്തിയത്. അസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ന്യൂനപക്ഷ സംഘടനകൾക്ക് നേരെ ഇസ്ലാമിക സംഘടനകളുടെ അക്രമം പതിവാണെന്നാണ് ആരോപണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇസ്കോണിനെ ലക്ഷ്യം വെച്ചതായും പറയുന്നു. ഇസ്കോൺ ആത്മീയാചാര്യൻ ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് ജയിലിൽ അടച്ചിരുന്നു. രാജ്യദ്രോഹ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ദേശീയ പതാകയെ അപമാനിച്ചെന്ന കുറ്റത്തിന് ചിന്മയ്ക്കൊപ്പം 18 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതിനെതിരെ വ്യാപക അക്രമമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.